والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്സലാം. സകാത്ത് എന്നത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് എന്ന് സൂചിപ്പിച്ചല്ലോ. അത് വളരെ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് അധികം ചോദ്യോത്തരങ്ങളാണ് പ്രസക്തമാവുക. കൂടുതൽ അവസരവും അതിനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് ഇന്ററാക്ഷൻ രൂപത്തിൽ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെ ഈ സമയം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണമുള്ളതാക്കി തീർക്കട്ടെ. നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു സഹായിക്കട്ടെ. ഈ സക്കാത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദുനിയാവ്, ഈ ഇഹലോകം എന്നത് അല്ല നമുക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള യഥാർത്ഥ ജീവിതം പരലോകത്താണ്. ഇത് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. എന്നാലോ ഇവിടെ ജീവിക്കുകയും വേണം, മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കണം. അപ്പൊ ഈ ജീവിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് പോലെയാണ്. എന്നുവെച്ചാൽ എപ്പം ബസ് വന്നാൽ അപ്പൊ കയറാൻ പാകത്തിലാണ്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്നത് പോലെ, എപ്പോഴാണോ ട്രെയിൻ വന്ന് നിർത്തുന്നത് അപ്പൊ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെ. പക്ഷെ അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണമല്ലോ. അതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ വെച്ചിട്ടുള്ളത് പരീക്ഷണ ഗേഹമായിട്ടാണ്. അഥവാ ഇവിടെ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾക്ക് പരലോകത്ത് സ്വർഗവും, പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവർക്ക് പരലോകത്ത് നരകവും. അപ്പൊ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും, നമുക്ക് അനുഗ്രഹങ്ങൾ വിലക്കുന്നതും പരീക്ഷണം എന്ന അർത്ഥത്തിലാണ്. സമ്പത്തിന്റെ കാര്യം എടുത്താൽ, അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നത് അയാളുടെ ഈമാനിന്റെയും തഖ്വയുടെയും തോതനുസരിച്ചല്ല. അഥവാ നല്ല ഈമാനും തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു ധാരാളം കൊടുക്കുക, ഈമാനും തഖ്വയും കുറയുമ്പോൾ അള്ളാഹു സമ്പത്ത് കുറക്കുക, അങ്ങനെയല്ല. എന്നല്ല, ഒരു ഈമാനും ഇല്ലാത്ത, ഒരു തഖ്വയും ഇല്ലാത്ത, അള്ളാഹുവിൽ തന്നെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ വലിയ ലോക കോടീശ്വരന്മാരാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നല്ല ഈമാനും തഖ്വയുള്ള ആളുകൾ പട്ടിണി കിടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇനി വിജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാ, അതുമല്ല. അഥവാ വലിയൊരു ബിസിനസ്, ഒരു ഒരു വ്യവസായിയുടെ ഓഫീസിൽ അയാളുടെ സെക്രട്ടറി ആയോ ക്ലർക്കായോ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഒരാള്, അയാൾ ചിലപ്പോൾ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD അതിലപ്പുറമൊക്കെ ഉള്ള പഠിച്ച ആളും ബുദ്ധിയുള്ള ആളും ഒക്കെ ആയിരിക്കും. പക്ഷെ അയാൾ ശമ്പളം വാങ്ങുന്ന കമ്പനിയുടെ ഓണർ ചിലപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ആളായിരിക്കും. അഥവാ വിവരത്തിന്റെ വലിയ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് പണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ചെലവഴിക്കണം, എന്താണ് ലാഭം ഉണ്ടാക്കാനുള്ള വഴി എന്നൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി സ്റ്റഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് തന്നെ. എല്ലാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അവരുടെ വരുമാന മാർഗം അതാണ്. അപ്പൊ അവര് പൈസ എങ്ങനെ ഉണ്ടാക്കണ്ടെന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാ പിന്നെ ഓൽക്കന്നെ ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു പണം നൽകുന്നത് അങ്ങനെയല്ല. അങ്ങനെയും ആകാം എന്നേ ഉള്ളൂ. ഒരു വിവരമില്ലാത്ത ആളുകൾക്ക് ചിലപ്പം പണം നന്നായിട്ട് അള്ളാഹു കൊടുത്തു തരും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് വാരിക്കോരി നൽകുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഞെരുക്കുന്നു. അപ്പൊ കൂടുതൽ കൊടുക്കുന്ന ആളുകൾ ആ കൊടുത്തത് എന്ത് ചെയ്തു എന്ന് പരീക്ഷിക്കുന്നു. കൊടുക്കാത്ത ആള് അത് കിട്ടാത്തതിന്റെ പേരിൽ എന്ത് ചെയ്തു, ശുക്ർ കാണിക്കുന്നുണ്ടോ എന്ന് പണക്കാരനെ സംബന്ധിച്ചും സബർ കാണിക്കുന്നുണ്ടോ എന്ന്
പണം നൽകാത്തവരെ സംബന്ധിച്ചും. അതാണ് അവരെ പരീക്ഷണം എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ അടിച്ച്. ഇതൊന്നും വിശദീകരിക്കല്ല, ഞാൻ തോണ്ടി തോണ്ടി പോവാണ്. രണ്ടാമത്തെ സംഗതി, പണം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അറബി ഭാഷയിൽ മാൽ എന്നാണ് പറയുക. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുന്നത് സുമ്മിയൽ മാലു മാലൻ ലിഅന്ന നഫ്സ തമീലു ഇലൈഹി. മാല് എന്ന് പറയാൻ തന്നെ കാരണം മാല യമീലു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചായുന്നതിനാ പറയാ. മാല ഇങ്ങോട്ടേക്ക് ചായുന്നതിന് മാല അൽ യമീൻ, ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ മാല അലൽ യസാർ എന്ന് പറയും. മാല യമീലു, ചാഞ്ഞു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് മാലുണ്ടായത്. കാരണം മനസ്സ് അങ്ങോട്ടേക്കാണ്, മനുഷ്യന്റെ മനസ്സ് മാലിനോട്, പണത്തോട് ചാഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സമ്പത്തിനെ അമിതമായി ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് മനുഷ്യ പ്രകൃതി മനസ്സിലാക്കിയ, മനുഷ്യന്റെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിച്ചുകൊണ്ടുള്ള വിധികളാണ് നൽകിയിട്ടുള്ളത്. പണം, സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ. നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുമ്പോൾ ഒരു പണം ഏറ്റ് വരുന്നില്ല, പിന്നെ അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ ഈ പണം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാം മനുഷ്യന് പണത്തോട് ആഗ്രഹമുണ്ട്, പൂതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. മുഴുവനും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒരു നിശ്ചിത ശതമാനം. ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ 10 ലക്ഷം ഉറുപ്യ, 10 ലക്ഷം രൂപ കൈവശമുള്ള, അതൊരു വർഷം കഴിഞ്ഞിട്ടും അയാളുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ 25,000 രൂപ അതിൽ നിന്ന് അള്ളാഹു പറഞ്ഞ ആളുകൾക്ക്, വകുപ്പുകൾക്ക് കൊടുക്കണമെന്നാണ്. അതാണ് ബാക്കി 97% ഇയാൾക്കുള്ളതാണ്. കാരണം അള്ളാഹു ആ നിയമം വെച്ചത് ആ അർത്ഥത്തിൽ. അപ്പൊ ഇതാണ് സക്കാത്തുമായി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു. മൂന്നാമത്തെ ഒരു കാര്യം, കൊടുക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നതാണ് പണം. ഈ കിണറിനെ പറ്റി പറയാറുണ്ട്, കോരുന്ന കിണറിലാണ് വെള്ളം ഉണ്ടാകുക, നല്ല ശുദ്ധജലം ഉണ്ടാവും. കെട്ടിക്കിടക്കുന്ന കിണറിൽ വെള്ളം കൂടില്ല, അതിങ്ങനെ വെള്ളത്തിന് ഗുണവും കുറവായിരിക്കും. അപ്പൊ സക്കാത്ത്, സദക്ക എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കുന്നതിനനുസരിച്ച് അത് കൂടുന്ന എങ്ങനെ നമുക്കറിയില്ല, അത് അല്ലാഹു അങ്ങനെ പറഞ്ഞാണ്. അത് പ്രയോഗത്തിൽ നമുക്ക് അനുഭവമാണ്. അതുകൊണ്ടാണ് ഒരു പ്രദേശത്ത് നമ്മൾ കലശന ചെന്നാൽ അയാളെ കണ്ടാൽ മതി എന്ന് പറയും. പിറ്റേന്ന് വേറൊരാൾ ചെന്നാൽ അയാളെ കണ്ടാൽ മതി എന്ന് പറയും. മൂന്നാമത്തെ ദിവസം വേറൊരാൾ അയാളെ കണ്ടാൽ മതി എന്ന് പറയും. കാരണം അയാളെ കൊടുക്കുള്ളൂ. അയാൾക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടാവും. മറ്റേ ആൾ ചിലപ്പോൾ അയാളെക്കാളും പണക്കാരൻ അപ്പുറത്തുണ്ടാവും. അവിടെ പോയിട്ട് കാര്യമില്ല, വരുന്ന അയാൾ പൈസ കിട്ടൂല. വേറൊരാൾ വന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ആ ചേലും കോലൊക്കെ അങ്ങനെയാണെങ്കിൽ വീടും പത്രാസും ഒക്കെ കണ്ടെങ്കിലും ഒരു 5 പൈസ കിട്ടൂല എന്ന് പറയും. അത് പിശുക്കനാണ്. പിശുക്കന്മാര് എന്ന് പറഞ്ഞാൽ അവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല, മറ്റുള്ളവർക്കും ഉപകാരപ്പെടൂല. അത് അള്ളാഹുവും പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഹദീസിലേക്കും ആയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ഒരു സംഗതി, നാലാമത്തെ പോയിന്റ്, ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ഈമാൻ അളക്കാനുള്ളതാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഈമാൻ അളക്കാനുള്ള. ഈ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക, 5 നേരം നിസ്കരിക്കുക, നേരത്തെ എണീച്ച് നിസ്കരിക്കുക, ഇതൊന്നും ഒരു റിസ്ക് ഉള്ള കാര്യമേ അല്ല. ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. നിസ്കരിക്കുക, നോമ്പെടുക്കുക, ഇനിയിപ്പോ ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷേ കൊല്ലം സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് ഈമാൻ ഉണ്ടെങ്കിലേ കഴിയൂ. ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസ വേറൊരാളും അതിൽ, ഈ സക്കാത്ത് ആർക്കാണോ കൊടുക്കേണ്ടത്, പാവപ്പെട്ടവരോ അഗതികളോ ഇങ്ങനെയുള്ളവരൊന്നും എന്റെ കൂടെ സഹായിക്കുകയോ, ചിലപ്പോ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല എനിക്കൊരു ക്രൈസിസ് വന്ന സമയത്ത്. എന്നാലും ഇത്രയും തുക, നിസാബെത്തിയ പണം എൻ്റെ കയ്യിൽ ഉണ്ടാകുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. വന്ന് വാങ്ങട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അത് എൻ്റെതല്ല എന്നാ. 10 ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് 25,000 രൂപ എൻ്റെതല്ല. 9,75,000 എനിക്കുള്ളതുള്ളൂ. ബാക്കി അവൻ്റെതാണ്, ഹക്കാണ്, അവന്റെ ഹക്കാണ്. എനിക്കത് ആ പൈസ
ആ 25,000-ലില്ല. ഞാൻ നയിച്ചുണ്ടാക്കിയ 10 ലക്ഷം ഉറുപ്പ്യ, അതിൽ നിന്ന് 25,000 കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ഒരു ബന്ധമില്ല, കുടുംബ ബന്ധമോ മറ്റോ ഒരു ബന്ധമില്ല, അവൻ സക്കാത്തിന് അർഹനാണ് എന്ന ഒരൊറ്റ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഈമാൻ വേണം. അപ്പൊ ഈമാനിന്റെ വസ്സദഖത്തു ബുർഹാനുൻ, ഒരാളുടെ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ് അയാൾ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഈ സക്കാത്ത് എന്നുള്ള പദം ശരിക്ക് പണവുമായിട്ട് അതിന് ഭാഷാപരമായി ബന്ധമല്ല. ശുദ്ധീകരിക്കുക എന്ന ഒരർത്ഥം, വളർച്ച, വളരുക എന്നാണ് രണ്ടാമത്തെ അർത്ഥം. ആ അർത്ഥമുള്ള പദമാണ് ഇസ്ലാമിലെ ഈ സക്കാത്ത് സംവിധാനത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതെന്താ? അതിന്റെ കുറെ ഹിക്മത്തുകളുണ്ട്. നമുക്കറിയാം, മനസ്സ് ശുദ്ധീകരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, പണത്തോടുള്ള ആർത്തിയും പിശുക്കും ഇതൊരു മോശം വികാരമാണ്. ഇത് ഒരിക്കലും സക്കാത്തും സദക്കയും കൊടുക്കുന്ന ആൾക്ക് പണത്തോട് ആർത്തിയും ഉണ്ടാവില്ല, പണം നൽകുന്നിടത്ത് പിശുക്കും ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അയാളെ മനസ്സിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ഉള്ളവന്, ഇല്ലാത്തവർക്ക് ഉള്ളവരോട് പകയും ദേഷ്യവും അസൂയും ഒക്കെ ഉണ്ടാകുക. ഉള്ള ആളുകൾ ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോ അതും അവർക്ക് ഒരധ്വാനം ഇല്ലാതെ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് ഉള്ളവനോട് സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില ആളുകളില്ലേ, അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്, അദ്ദേഹം അന്ന് സഹായിച്ചോണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്, അയാൾ എന്നെ രക്ഷപ്പെടുത്തിയത്, ഗൾഫ് കൊണ്ടുപോയി അയാൾ എന്നെ ഗൾഫ് കൊണ്ടുപോയാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ? അവർക്ക് ഇയാളോട് ഭയങ്കര സ്നേഹമായിരിക്കും, ആദരവായിരിക്കും, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാലോ ഒരു പണക്കാരൻ പാവപ്പെട്ട തിരിച്ചു നോക്കണമെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതും ക്രൈസിസ് ഉണ്ടാകുന്നതും ഇവരെ സന്തോഷിപ്പിക്കും, അവരോട് തിരിച്ചു പകയുണ്ടാകുക. അപ്പൊ സക്കാത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഇല്ലാതെ മനസ്സ് ശുദ്ധമാകുന്നു. പണക്കാരന്റെ മനസ്സും പാവപ്പെട്ടവന്റെ മനസ്സും. അതാണ് ഖുദ് അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, വൃത്തിയാക്കുകയും വെടിപ്പാക്കുകയും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന സദഖ എന്ന് സക്കാത്തിനെ സംബന്ധിച്ച് ഖുർആൻ അല്ലാഹു പറഞ്ഞു. രണ്ടാമത്തെ അർത്ഥം വളർച്ച എന്നുള്ള. ഇല്ലാത്ത ഒരാൾക്ക് പണം കിട്ടുമ്പോൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ 100 റുപ്യ കിട്ടിയാൽ അത് അങ്ങനെ തന്നെ തീർക്കാതെ അത് അവന് വികസിപ്പിക്കാനാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ശ്രമിക്കുക. അതേപോലെ ക്യാഷായിട്ട് ഇങ്ങനെ വെക്കുക എന്ന് പറയുന്നത് അത് അതിന്റെ മൂല്യം കുറയാനും അത് ഡെഡായി കിടക്കാനും ഒരു ആൾക്കും ഉപകാരമില്ലാതെ പോവുകയും ചെയ്യാന്നുള്ള. അയാൾ അത് വികസിപ്പിക്കും. ഇപ്പൊ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം തൊടാതെ വെച്ചെങ്കിലേ പിറ്റത്തെ കൊല്ലം അയാൾ എന്താക്കേണ്ടത്? സക്കാത്ത് കൊടുക്കണ്ടല്ലോ. അത് അയാൾ കച്ചവടം തുടങ്ങി, ഒരു കൃഷി തുടങ്ങി, ഇൻവെസ്റ്റ് ചെയ്തു, അപ്പൊ പിന്നെ അതിന്റെ സക്കാത്താ കൊടുക്കേണ്ടിയുള്ളൂ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി, 1 കോടി ഉറുപ്പ്യയുടെ ഒരു ബിൽഡിംഗ് വാടക കൊടുക്കാൻ പറ്റിയ മുറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ മുറി ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്ത് ആ വാടക സക്കാത്തിന് നിസാബ് തികയെങ്കിലേ അതിന് സക്കാത്ത് കൊടുക്കണ്ടു. അതുവരെ അയാൾ എന്നാ അത്രയും ക്യാഷ് അയാൾ വെച്ചോണ്ടിരുന്നാലോ അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇസ്ലാം മൊത്തം സക്കാത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉദ്ദേശിക്കുന്നുണ്ട്. പണക്കാർക്കും മെച്ചാകുകയാണ്, പാവപ്പെട്ടവർക്കും മെച്ച. അപ്പൊ പിന്നെ ചോദിക്കും, 1 കോടി ഉറുപ്പ്യ ബാങ്ക് ഇങ്ങനെ ഇട്ടാൽ 2 ലക്ഷം ഉറുപ്പ്യ അയാൾ സക്കാത്ത് കൊടുക്കുമല്ലോ. അയാൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് 10 കൊല്ലമൊക്കെ ചിലപ്പോൾ 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് പണി പൂർത്തിയാകാൻ, അതുവരെ അയാൾ സക്കാത്ത് അല്ലല്ല. ആ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ആളുകൾക്ക് പണി കിട്ടാൻ, എഞ്ചിനീയർക്ക്, പ്ലാന് വരക്കുന്ന ആളുകൾക്ക്, പിന്നെ മണ്ണാന്മാർക്ക്, ആളുകൾക്ക്, ഇങ്ങനെ കുറെ ഇനിയിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാലോ കുറെ ആളുകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ആ അർത്ഥത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനം, ഉത്ഗ്രഥനം, ഡെവലപ്പ്, അതൊക്കെ ഈ സക്കാത്തിലൂടെ നമ്മൾ അറിയാതെ സാധ്യം. അവിടെ സക്കാത്ത് പ്രായോഗികമായി കഴിഞ്ഞാൽ വൈകാതെ തന്നെ ആ നാട്ടിലെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കും, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരും എന്നൊക്കെ പറയും. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അവസാനത്തെ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് ചോദ്യത്തിലേക്ക് കടക്കാം. അതെന്താന്ന് വിചാരിച്ചാൽ, സക്കാത്ത് വളരെ സിമ്പിളാണ്, പക്ഷെ അത് പഠിക്കണം. സാധാരണ ചില ആളുകൾ സക്കാത്ത് ക്ലാസ് എടുക്കുമ്പോൾ പണക്കാരെ കുറ്റം പറയുന്ന കാണാം. ഒന്നാമത്തത് ഈ പണത്തിന്റെ വില അറിയാത്തവരായിരിക്കും അത്. മാത്രമല്ല, പണക്കാരെന്തോ ഒരു തെറ്റ് ചെയ്ത പോലെയാ. ഒരാൾ വലിയ ബിസിനസ് നടത്തി സാമ്പത്തികമായ അഭിവൃദ്ധിയിലെത്തിയാൽ അയാൾ എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാ.
പണ്ഡിതന്മാരായി പറയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ചേലും പോലുള്ള ആളുകൾ വരെ അങ്ങനെ ധരിക്കുന്നവരുണ്ട്. അതൊരു പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം, ഒരടിസ്ഥാനവും ഇല്ല. ഈ പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തും അങ്ങനെയുള്ള പണക്കാരുള്ളതുകൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്ന പല സംരംഭങ്ങളും നിലനിൽക്കുന്നില്ല, മുസ്ലിങ്ങളുടെ മാത്രമല്ല. കൊടുക്കാൻ മടിയുള്ളവരുണ്ടാവും എന്നത് അത് പൊതുവെ ചുരുക്കാണ്. പിശുക്കന്മാര് എണ്ണം കുറവാണ്, ധൂർത്തന്മാരാ പിന്നെയും കൂടുതൽ. എന്നാൽ ദാനം ചെയ്യുന്നവരാണ് നല്ലൊരു വിഭാഗം. അതുകൊണ്ട് ഈ സമ്പന്നരായ ആളുകൾ ജക്കാത്ത് കൊടുക്കാത്തവരല്ല. അവര് ജക്കാത്ത് ഒരു 25,000 ജക്കാത്ത് കൊടുക്കേണ്ട ആൾ ചിലപ്പോ 1,00,000 ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി സദക്കയായിട്ട്. ജക്കാത്തൊന്നും അയാൾക്ക് നിശ്ചയം ഉണ്ടാവില്ല. പിരിവിനും മറ്റേനും സഹായത്തിനും അഗതിജന രോഗസഹായം മറ്റു ഒരുപാട് റിലീഫ് ഇതിനൊക്കെ അയാൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ജക്കാത്ത നീയത്ത് വെക്കാത്തതുകൊണ്ട് ജക്കാത്താവൂല, അത് വേറെ കാര്യം. അപ്പൊ കൊടുക്കാൻ പാടില്ല. പിന്നെ ചില ആളുകളോട് ജക്കാത്തിന്റെ മസൂര ചോദിച്ചാലോ അവർ അങ്ങനെ അഭിപ്രായം ഇങ്ങനെ അഭിപ്രായം എല്ലാം കൂടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചവന് കൊടുക്കാൻ തോന്നൂല. അല്ലെങ്കിൽ പ്രായോഗികമായി ജക്കാത്ത് കൊടുക്കേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയില്ല. തത്വം പറഞ്ഞതുകൊണ്ട് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. പ്രയോഗത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന രൂപത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. യഥാർത്ഥത്തിൽ ജക്കാത്ത് വളരെ സിമ്പിളാണ്. ഏത് വിഷയത്തിലാവട്ടെ ജക്കാത്ത് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ വളരെ ലളിതമായും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അത് ഈ ചില ഗണിതശാസ്ത്രം പഠിക്കുന്നത് പോലെ 2 × 2 4 എന്ന് പറഞ്ഞാൽ അത് മാറൂലല്ലോ എന്നതുപോലെ അങ്ങ് മനസ്സിലാക്കി വെക്കാനുള്ള ചില അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ വലിയ കിതാബൊന്നും നോക്കി വലിയ പണ്ഡിതന്മാരെയൊന്നും അവലംബിക്കാതെ തന്നെ ഓരോരുത്തർക്കും തങ്ങളുടെ ജക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യാനും നൽകാനൊക്കെ സാധിക്കും. അതിൽ പ്രധാനമായും ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമാകുക അയാള് ഒരു മുതലിന്റെ ഓണർ ആവുമ്പോഴാണ്. യഥാർത്ഥ ഉടമസ്ഥാവകാശം, അത് പൂർണ്ണ ഉടമസ്ഥാവകാശം ആ ധനത്തിന് മുകളിൽ ഉണ്ടാവുമ്പോഴാണ്. എന്താ ഈ പൂർണ്ണ ഉടമാവകാശം? അയാൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പാകത്തിൽ അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവുക. അപ്പൊ എനിക്ക് ബാങ്കിൽ 1 കോടി ഉറുപ്പ്യുണ്ട്. പക്ഷെ അത് ഗവൺമെന്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. കോടതി എന്തോ പ്രശ്നമുള്ളതുകൊണ്ടോ കേസുള്ളതുകൊണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. കേസ് വിധിയായിട്ട് എനിക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് അത് ജക്കാത്ത് കൊടുക്കാണ്ടില്ല. അതിന്റെ ആ ഫ്രീസ് ചെയ്ത് അത് മരവിപ്പിച്ചത് ഗവൺമെന്റ് കോടതി വിധി വന്ന് റിലീസ് ആവുകയും എനിക്കത് എടുത്ത് ഉപയോഗിക്കാനും പറ്റുന്ന കോലത്തിൽ എത്തുമ്പോഴേ അതിന് ജക്കാത്തുള്ളൂ. എന്റെ വീട്ടിൽ വെച്ചിരുന്ന സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി. അടുത്ത് കണ്ടില്ലേ എത്രയോ ഒരുപാട് കോടികളുടെ മോഷ്ടിച്ചുകൊണ്ടായത്. അത് ജക്കാത്ത് കൊടുക്കേണ്ട സമയത്ത് 1 മാസം മുമ്പാ മോഷ്ടിച്ചത്. എന്നാൽ ഞാൻ ജക്കാത്ത് കൊടുക്കണ്ട. കൊടുക്കല് അത് തിരിച്ചു കഴിയുമ്പോൾ കിട്ടുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അത് പോലീസ് കസ്റ്റഡിയിൽ എത്തിയതെന്ന് പറഞ്ഞാലും അത് കേസൊക്കെ വിധിയായാലൊക്കെ പഠിച്ച് എന്റേതാണെന്ന് ഉറപ്പായതിന്റെ ശേഷം എനിക്ക് കിട്ടുള്ളൂ. അതേപോലെ നമ്മളോട് കാശ് കടം വാങ്ങി ചില ആളുകൾ തിരുന്നില്ല, ചോദിച്ചിട്ടും തരുന്നില്ല. കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, കൃത്യമായി തരാന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാ. അങ്ങനെ പ്രതീക്ഷയില്ലാത്തതിന് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാ കിട്ടുമെന്ന് ഉറപ്പുള്ളതിന് ജക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ നിബന്ധന അത് പൂർണ്ണ ഉടമസ്ഥതയിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന നിസാബ് തികയുക എന്നുള്ള. നിസാബ് എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല മനസ്സിലാക്കാൻ. ക്യാഷ്, പണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കറൻസി, നാണയം, സ്വർണം, വെള്ളി ഇപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ ഒരു സ്വർണത്തിന് തന്നെ 85 ഗ്രാം ഗോൾഡ്. അതാണ് ആ കാലത്ത് ഈ 85 ഗ്രാം ഗോൾഡ് എന്ന് നിബ്സലാം പറഞ്ഞത്. നിബ്സലാം 20 ദീനാർ എന്നാ പറഞ്ഞത്, ഇസ്രൂന ദീനാർ. ആ ഇസ്രൂന ദീനാർ എന്ന് പറയുന്നത് അന്നത്തെ 20 ദീനാർ നാണയങ്ങളാണ്. അത് ആ സ്വർണ്ണ നാണയം തൂക്കി നോക്കിയപ്പോൾ കിട്ടിയ അളവാണ് 85 ഗ്രാം എന്ന്. ചിലവർ 10.5 പവൻ, അത് തെറ്റാണ്. 10.5 പവൻ എന്ന് പറയരുത്, 85 ആണ്. 10.5 പവൻ 84 ഉണ്ടാവുള്ളൂ. 85 ഗ്രാം സ്വർണത്തിന്റെ വില എത്രയാണോ ഒരു 5 ലക്ഷം കൂട്ടുക, വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും രൂപ ഒരാളുടെ കയ്യിലുണ്ടായ നിസാബ് തികഞ്ഞു എന്ന് പറയാം. അതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവില്ല. നിസാബ് തികഞ്ഞ ഒരു എമൗണ്ട് ഒരു വർഷം കഴിഞ്ഞ്, ഈ വർഷം എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടുന്നത് ഹിജറ വർഷമാണ്. കാരണം ചാന്ദ്ര വർഷവും ഇംഗ്ലീഷ് ഇതും തമ്മിൽ, കലണ്ടറും തമ്മിൽ 10 ദിവസത്തിന്റെ ഒക്കെ വ്യത്യാസമുണ്ട്. 10 11 ദിവസമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ റമദാൻ ടു റമദാൻ, കഴിഞ്ഞ റമദാനിൽ ഒരാളുടെ അടുത്ത് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഈ റമദാനിൽ അയാളടുത്ത് 10 ലക്ഷം ബാങ്കിലുണ്ട് എങ്കിൽ അയാൾ അതിന്റെ 2.5% കൊടുക്കണം.
നിസാബ് തികഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. നിസാബ് തികഞ്ഞത് കൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവില്ല. നിസാബ് തികഞ്ഞ എമൗണ്ട് അതിനൊരു വർഷം കഴിഞ്ഞിട്ടും അത്രയും എമൗണ്ട് ആളുണ്ടെങ്കിൽ അയാളെ കൈവശം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോ നിസാബ് തികയ 3 കാര്യമാണ്. ഒന്ന്, പൂർണ്ണ ഉടമസ്ഥാവകയിലുണ്ടായിരിക്കണം. 2, നിസാബ് തികയുക. 3-മത്തത് വർഷം പൂർത്തിയാവുക. കാർഷിക വിളകൾക്ക് വർഷം പൂർത്തിയാവേണ്ടതില്ല. നെല്ല് കൊയ്ത ഉടനെ കൊടുക്കണമെന്നാണ് കാർഷിക വിളകളുടെ. അതുപോലെ തന്നെ നിധി കിട്ടിയാലും കിട്ടിയ ഉടനെ കൊടുക്കണമെന്നാണ്. അപ്പോ ക്യാഷിന്റെ സക്കാത്തിന്റെ തോത് 2.5%. അതിന്റെ നിസാബ് അഥവാ സക്കാത്ത് നിർബന്ധമാകുന്ന പരിധി 85 ഗ്രാം ഗോൾഡ് ആണ്, അല്ലെങ്കിൽ തുല്യമായ ക്യാഷ് ആണ്. കാർഷിക വിളകളുടേത് 653 കിലോഗ്രാം. അന്നത്തെ ഹദീസിൽ വന്നിട്ടുള്ളത് 5 വസ്ക്. 5 വസ്ക് എന്ന് പറഞ്ഞാൽ 300 സാണ്. ഒരു സാൾ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാള് അരി തന്റെ കൈ കൊണ്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ വാരി പിടിച്ചാൽ ഒരു മുദ്ദ് എന്ന് പറയും. ഇങ്ങനെ 4 മുദ്ദ് ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 2,200 കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആ കണക്കിനനുസരിച്ച് 6.5 കിൻഡൽ അരി, ഒരാൾ നെല്ല് കൃഷി ചെയ്തിട്ട് 6.5 കിൻഡൽ അരി ഉണ്ട് കുത്തി നോക്കിയപ്പോ, എങ്കിൽ അയാൾ അതിന്റെ 10%, ഇനി തേവി നനക്കാനൊക്കെ റിസ്ക് വന്നിട്ടുണ്ടെങ്കിൽ, പമ്പ് ചെയ്തിട്ടൊക്കെ നനച്ചുണ്ടാക്കിയതെങ്കിൽ അയാൾ അതിന്റെ 5% സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളത് കന്നുകാലികളുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് ഇവിടെ കേരളത്തിൽ അത്ര വലിയൊരു വിഷയമല്ലാത്തത് കൊണ്ട് പറയാനും വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് 85 ഗ്രാം ഗോൾഡിന്റെ കണക്കിനാ കൊടുക്കുക. അതെങ്ങനെയാന്ന് വിചാരിച്ചാൽ, ഒരാൾ ഒരു ഹാർഡ്വെയർസ് തുടങ്ങി കഴിഞ്ഞ റമദാനിൽ. ഈ റമദാനിൽ അയാളെ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫാർമസി അയാള് മൊത്തം സ്റ്റോക്ക് എടുത്ത് ഒരു 10 ലക്ഷം, 1 കോടി ഉണ്ടെന്ന് വിചാരിക്കാം. ചെറിയ കടയാണെങ്കിൽ 10 ലക്ഷം എന്ന് വിചാരിക്കാം. മൊത്തം സ്റ്റോക്ക് നോക്കുമ്പോൾ 10 ലക്ഷത്തിനുണ്ട്. അതിൽ ഡെഡ് സ്റ്റോക്ക്, ഡാമേജ് സ്റ്റോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യാം. അതായത് ഔട്ട് ഓഫ് ഫാഷൻ ആയത് വിറ്റ് പോകാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. അപ്പൊ ഒരു 8 ലക്ഷം ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് 2 ലക്ഷം പുറത്തുനിന്ന് കിട്ടാണ്ട് കടായിട്ട് കിട്ടുന്ന ഉറപ്പുള്ള അതുണ്ടെങ്കിൽ 2 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് 10 ലക്ഷത്തിന്റെ 2.5% 25,000 രൂപ അയാൾ ജക്കാത്ത് കൊടുക്കും. ഇങ്ങനെ എല്ലാ കൊല്ലവും ജക്കാത്ത് കൊടുക്കും. ഇങ്ങനെയാണ് ബിസിനസ് സ്റ്റോക്കുള്ള ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾ ഹോട്ടല്, പിന്നെ സർവീസ്, ടൂറിസ്റ്റ്, അങ്ങനത്തെ ടൂറിസം, ഇങ്ങനെയുള്ള സർവീസ്, ട്രാൻസ്പോർട്ട്, അവിടെ നിന്ന് സ്റ്റോക്ക് ഉണ്ടാവില്ല. അവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവർക്ക് കിട്ടുന്ന വരുമാനം, കുറെ വാഹനങ്ങൾ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്, ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അതിനൊന്നും സക്കാത്തില്ല, ആ ബസ്സിനൊന്നും സക്കാത്തില്ല. വലിയ ബിൽഡിങ് വാടക കൊടുക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന് സക്കാത്തില്ല, അതിന്റെ വാടകക്കാണ് സക്കാത്തുള്ളത്. അപ്പൊ അത് അയാൾ എന്ത് ചെയ്യണം? അയാൾ കണക്കൂട്ടി നോക്കി. അപ്പൊ അയാൾ നിസാബ് തികയും. ഒരു 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ കൊല്ലവും അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക. റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ വിൽക്കാൻ, അയാളെ കച്ചവടം ഭൂമി വിൽപ്പനയാണ്, കച്ചവടമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഓരോ വർഷവും അയാളെ കൈവശം എത്ര ഭൂമിയാണോ ഉള്ളത് വിൽക്കാൻ വെച്ചത്, ഒരാൾ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച ഭൂമി 5 സെന്റേ ഉള്ളൂ എങ്കിലും അതിനേക്കാളും കുറവാണെങ്കിലും ഈ വിലക്ക് ഈ നിസാബ് തികയാണ് സക്കാത്ത് കൊടുക്കണം എല്ലാ വർഷം. അതല്ല കൃഷി ചെയ്യാനോ ബിൽഡിംഗ് ഉണ്ടാക്കാനോ, ഇനി അതല്ല വെറുതെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അയാളെ വാങ്ങിച്ചിട്ട ഭൂമിയാണ്, വിൽക്കാനൊന്നും അയാൾക്ക് ഉദ്ദേശമില്ല, മക്കൾക്കൊക്കെ ഭാവിയിലായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചാണെങ്കിൽ അത് 1000 അല്ല 10,000 അല്ല എത്ര ഭൂമി ഉണ്ടായാലും അതിനയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇത്രയുമാണ് സക്കാത്തിന്റെ അടിസ്ഥാനങ്ങൾ, ഷർത്തുകൾ. 2-3 ഇനങ്ങളുടെ സക്കാത്തിന്റെ രൂപവും ചുരുക്കി ഓടിച്ച് വിശദീകരിച്ചതാണ്. ഇനി ഉള്ള സമയത്ത് നമുക്ക് ചർച്ചയിലൂടെ ഇന്ററാക്ഷൻ രൂപത്തിൽ പറയാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവും, പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാവും ഇല്ല, അല്ലെങ്കിൽ ചില അവ്യക്തതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ചോദ്യോത്തര സമയത്ത് വ്യക്തമാക്കാൻ ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്തിന്റെ കാലയളവ് അളക്കുന്നതിന് ഇപ്പോ ഉസ്താദ് പറഞ്ഞു അറബി മാസം വെച്ചിട്ടാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ ആണല്ലോ.
ഇപ്പൊ ബിസിനസ്സുകാര് ആ അർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയോ, അതോ അറബി മാസം വെച്ച് റമദാൻ ടു റമദാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണോ എന്നുള്ളതാണ്? അത് പെട്ടെന്ന് പറയാം. പിന്നെ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും അറബി ഹിജറ കലണ്ടർ ഫോളോ ചെയ്യുന്നില്ലല്ലോ. മാർച്ച് ടു മാർച്ച്, ഏപ്രിൽ ടു മെയ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ കാൽക്കുലേഷനും സ്റ്റോക്ക് എടുപ്പും ഒക്കെ അങ്ങനെ തന്നെ നടക്കുക. അപ്പൊ അതുകൊണ്ട് അതന്നെ നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷേ അതിന്റെ തോത് ലേശം വ്യത്യാസപ്പെടുത്തിയാൽ മതി. 2.5 എന്നത് 2.577 എന്നാക്കുക. ഓക്കെ 2.5 എന്നത് 2.577 എന്നാക്കുക. കേൾക്കുന്നുണ്ടോ? ഓക്കെ 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 ശരി, ഇൻഷാ അല്ലാ. അല്ല, ഈ മന്ത് ടു മന്ത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ റമദാൻ തന്നെ അങ്ങനെ പിടിക്കണം എന്നുണ്ടോ, അതോ ഇല്ലല്ല. ഏത് മാസമാണ്? അതായത് ഒരാളുടെ കൈവശം നിസാബ് തികയുന്ന അപ്പോൾ മുതലാണ് ഇയറിന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ ഒരാൾ ബിസിനസ് തുടങ്ങുന്നത് മുഹറത്തിലാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓക്കെ ജനുവരിയിലാന്ന് വിചാരിക്കുക. അടുത്ത കൊല്ലത്തെ ജനുവരിയിൽ, മാർച്ചിലാണ് തുടങ്ങുന്നത് വെച്ചാൽ അടുത്ത കൊല്ലത്തെ മാർച്ചിൽ. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ. ശരി. സക്കാത്ത് കൊടുത്തു തുടങ്ങിയ ഒരു മൂലധനം, ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ മൂലധനം ഉണ്ടായിരുന്നു. ആ മൂലധനം എടുക്കുമ്പോൾ തന്നെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ആ സക്കാത്തിന് പിന്നീട് വീണ്ടും വർഷാവർഷം മൂലധനം അവിടെ ഉണ്ടാവുമല്ലോ, ക്യാപിറ്റൽ എപ്പോഴും അവിടെ ഏതോ അർത്ഥത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മൾ പിന്നീട് വീണ്ടും കൊടുക്കേണ്ടതുണ്ടോ? അതിന് എല്ലാ വർഷവും അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അതായത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വർഷം വർഷം കൊടുക്കേണ്ട ഒന്നിന്റെ പേരാ. അതിൽ ഒഴിവുള്ളത് കാർഷിക വിളകളാണ്. നെല്ല് കൊയ്ത്, അതുകൊണ്ട് തന്നെ കാർഷിക വിളകളുടെ സക്കാത്ത് 10%. 10%. ഓക്കെ. 1000 കിൻഡൽ അരിയുള്ള ഒരു കർഷകൻ അതില് 100 കിൻഡൽ അയാൾ സക്കാത്ത് കൊടുക്കണം. പിന്നെ കൊടുക്കണ്ടില്ല. പിന്നെ എത്ര കാലം അയാൾ ഗോഡൌണിൽ സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. ക്യാഷിന് 2.5% എല്ലാ കൊല്ലം കൊടുക്കണം. നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ, ഷെയർ മാർക്കറ്റിലുള്ള ഷെയറിന്റെ വാല്യൂ ഉണ്ടല്ലോ, അപ്പം അതിനും എങ്ങനെയാണ് സക്കാത്ത് കാൽക്കുലേഷൻ വരിക? ഷെയർ ബുക്ക് വാല്യൂ ഉണ്ടാവും, മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതെ. അപ്പോ ബുക്ക് വാല്യൂ മാറിക്കൊണ്ടിരിക്കുമല്ലോ, ചിലപ്പോ ഡൗൺ ആയിരിക്കും, ചിലപ്പോ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ജനുവരിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ എന്റെ മൊത്തം ടോട്ടൽ ഷെയറിന്റെ വാല്യൂ 10 ലക്ഷം ആണെങ്കിൽ ഈ കൊല്ലം മാർച്ചിൽ ഞാൻ നോക്കുമ്പോൾ ഷെയർ വാല്യൂ 8 കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ 8 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുത്താൽ മതി. 20 വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ 20 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ. ഓക്കെ. ഇനി ലൈവിലുള്ള ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോട്ടെ. പിന്നെ എഴുതിയത് 3 പറഞ്ഞല്ലോ. ചോദിച്ചോട്ടെ. ആ, നമ്മളിപ്പോ കുറി വെപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ കുറി ആവുമ്പോ ഞാനൊക്കെ സാധാരണ കുറി വെപ്പിക്കുക 1 ഇയറിൽ മാത്രം, 12 മാസം എടുക്കുക ഞാൻ വെപ്പിക്കുകയാണെങ്കിൽ. ചിലരൊക്കെ ഇപ്പൊ 2 വർഷത്തേക്ക് കുറി വെക്കുമല്ലോ. ഇങ്ങനെ കുറി വെക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഏറ്റവും ഒരാൾക്ക് അവസാനത്തിലായിരിക്കും, എന്തായാലും 24ാമത്തെ മാസമായിരിക്കുമല്ലോ ഒരാൾക്ക് ക്യാഷ് കിട്ടുക. അപ്പൊ ഒരു മാസത്തിൽ ഒരു 10,000 അതല്ലെങ്കിൽ ഒരു 50,000 ആണ് കുറി വെപ്പിക്കുന്നതാണെങ്കിൽ ആ 24ാമത്തെ മാസത്തിലാണ് ആ ഫസ്റ്റ് അടക്കുന്ന ആൾക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പൊ അയാൾക്ക് എന്ന് വെച്ചാൽ ഇവരുടെ ആ ഫസ്റ്റ് മാസത്തിൽ അടച്ച ആ ഒരു വ്യക്തിക്ക് ലാസ്റ്റ് മാസം കിട്ടുമ്പോൾ അവരല്ല അതിന് ഉത്തരവാദി. എന്ന് വെച്ചാൽ അവർക്ക് നറുക്കൽ കിട്ടാത്തതോ ഒക്കെയാണ് അതിന് കാരണക്കാർ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വിധി എന്ത്? ആ ക്യാഷിന്റെ സക്കാത്തിന്റെ വിധി എന്ത്? ഇങ്ങനെയാണത്. ഈ കുറി ആവട്ടെ എന്താവട്ടെ, ഒരാളുടെ സ്വന്തം ക്യാഷ് എന്ന് പറയാൻ പറ്റിയത് നിസാബ് തികയുമെങ്കിൽ ആ നിസാബ് തികഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ അയാൾ അതിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ ഈ കുറിയിൽ ചേരുകയും കുറി എടുക്കുകയും വാങ്ങുകയും കിട്ടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അയാൾ ഒന്നുകിൽ കുറി നേരത്തെ കിട്ടിയ ആളായിരിക്കും. 10 ലക്ഷത്തിന്റെ കുറിയാണ്, അയാള് 1 ലക്ഷം അടച്ചിട്ടുള്ളൂ, പക്ഷെ 10 ലക്ഷം അയാൾക്ക് കിട്ടി. പക്ഷെ ഈ 10 ലക്ഷത്തിൽ 1 ലക്ഷം അയാളുടേതുള്ളൂ, അപ്പൊ അയാൾക്ക് നിസാബ് തികഞ്ഞിട്ടില്ല. അതേസമയം 5 ലക്ഷം അടച്ചതിന് ശേഷമാണ് 6ാമത്തെ പ്രാവശ്യമായിട്ട് നറുക്ക് അയാൾക്ക് കിട്ടിയത്. അപ്പൊ അയാളുടെ കയ്യിൽ 5 ലക്ഷം വന്ന മുതൽ അയാളുടെ സക്കാത്ത് വർഷം സ്റ്റാർട്ട് ചെയ്യും. അയാൾ കുറിയിൽ ചെയ്യുന്നത് ജനുവരിയിലാണ്. ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ അയാൾക്ക് കുറി കിട്ടി, 10 ലക്ഷം കിട്ടി, അയാൾ 5 ലക്ഷം അടച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ജൂൺ മുതൽ അയാളുടെ സക്കാത്ത് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത ജൂണിൽ അയാളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്? 5 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം.
10 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഈ കുറി എന്ന് പറയണത് കിട്ടൂന്ന് ഉറപ്പുള്ള സംഖ്യയാണല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കിട്ടുന്ന ഉറപ്പുള്ള സംഖ്യ ബാങ്കിലിട്ട ക്യാഷ് പോലെയാണ്. അപ്പൊ പിന്നെ തുടക്കം മുതലേ കിട്ടുന്ന നിസാബ് ഉറപ്പ് എത്തുമ്പോ അല്ല തന്നെ കൊടുക്കണം. അല്ല ഞാന് എനിക്ക് കുറി കിട്ടിയിട്ടില്ല. ഞാൻ കുറി ചേരുക ചെയ്തിട്ടുണ്ട്. 5 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ അത്രയും അടച്ചതാണ് എനിക്ക് കിട്ടിയത്. അതിന്റെ പുറമെ ഇനി അടക്കാനുള്ളതും കൂടി കിട്ടും. അപ്പൊ എത്രയാണോ അടച്ചത് അപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുഴുവൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ നറുക്കിൽ തന്നെ 10 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ എന്റേത് 1 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും അവസാനമാണ് എനിക്ക് കുറി കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഏറ്റവും അവസാനമാണ് കുറി കിട്ടുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. അപ്പൊ ഞാൻ കുറിയിൽ ചേർന്നത് ജനുവരിയിൽ. പിറ്റേത്തെ വർഷം ജനുവരി ആയപ്പോൾ ഞാൻ കുറി കിട്ടിയിട്ടില്ല. കുറി കിട്ടാനുള്ള എമൗണ്ട് മുഴുവൻ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ അത് ബാങ്കിലിട്ട ക്യാഷ് പോലെ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ 2% ഞാൻ കൊടുക്കണം. എനിക്ക് കുറി കിട്ടിയ കയ്യിൽ പൈസ എത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി അത് സേഫ് ആയിട്ട് മറ്റൊരാളുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെയായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായത്. അതൊന്ന് ക്ലിയർ ചെയ്യാനായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ. ഞാൻ ഈ 2 മാസം ചോദ്യത്തിന് മുതല് ഇനി ചോദിക്കാൻ ആരും ഉണ്ടെങ്കിൽ ഓൽക്കും കൂടി ഒരു അവസരം ഇല്ലാതായി പോയി. നമുക്ക് ടൈം ഇപ്പൊ എത്രയായി? ആരാ നിയന്ത്രിക്കുന്ന ആള്? എനിക്ക് ടൈം ഇവിടെ കാണുന്നില്ല. 9:26 അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടാത്തൊരു കംപ്ലൈന്റ് ഉണ്ടാവരുത്. അപ്പൊ ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു ചാൻസ് കൂടി കൊടുക്കാം. ചോദിച്ചോളി. ചോദിച്ചോട്ടെ പെട്ടെന്ന്. ഓക്കെ ആ ഓക്കെ ഓക്കെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീട് ഈ മാസം മുതൽ വാടക കൊടുക്കാനായിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാസത്തിൽ ഒരു 7,000 ആണ്. ഒരു 2 ഫ്ലോർ ആണ്. മേലത്തെ ഫ്ലോർ 7,000 ആണ്, താഴത്തെ ഫ്ലോറിൽ 10,000 ആണ്. പക്ഷെ 10,000 ഉള്ള ആൾ 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. 3 മാസത്തേക്ക് മാത്രം ചോദിച്ച് വാങ്ങിയതാണ്. മുകളിലത്തെ ഉള്ളവർ 1 വർഷത്തേക്കാണ് ചോദിച്ചിട്ടുള്ളത്. അവർക്കിപ്പോൾ 7,000-നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഏകദേശം ഒരു 65,000 70,000 ദിർഹംസിന്റെ അടുത്ത് കടവുണ്ട്. അങ്ങനെ വരുമ്പോ എന്താണ് നമ്മുടെ സക്കാത്തിന്റെ അവസ്ഥ? നിങ്ങള് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടവരായി മാറുക നിസാബ് തികഞ്ഞ അത്രയും പണം നിങ്ങളെ കൈവശം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾക്ക് 60,000 കൊടുക്കാൻ റിയാൽ ദിർഹംസ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉടമസ്ഥയിൽ ഇപ്പൊ ക്യാഷ് ഒന്നും ഇല്ല എന്ന് മാത്രമല്ല കൊടുക്കാനുമല്ലേ. അപ്പൊ നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി ഉണ്ടാവില്ല. ഈ കൊടുക്കാനുള്ളത് 2 രൂപത്തിലാകാൻ. ഞാൻ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വർണം വാങ്ങി വെച്ച് കാശ് കടം വാങ്ങിയിട്ട് അത് കടമല്ല. ഞാൻ ആ സ്വർണം വിറ്റാൽ എന്താക്കാം? ആ കാശ് കൂട്ടാൻ പറ്റും. ഞാൻ കുറച്ച് സ്ഥലം എന്റെ വീടിന്റെ അടുത്ത് സ്ഥലം വിൽക്കുന്നുണ്ടായിരുന്നു. അത് മറിച്ച് വിൽക്കാമെന്ന് വിചാരിച്ച് സ്ഥലം വാങ്ങിയിട്ടാ. അപ്പൊ കുറച്ച് കാശ് കടമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ കടമൊന്നും ലെസ് ചെയ്യാൻ പറ്റൂല. കാരണം അതിനുള്ള സാധനം ഇവിടെ ഉണ്ട്. കൺസ്യൂം ചെയ്യാനുള്ള കടമാണ് സക്കാത്തിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ മുതൽ എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഇരിക്കണ പോരെ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് സക്കാത്തിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഭൂമിന്റെ സക്കാത്ത് എങ്ങനെയാണ്? ഭൂമിന്റെ സക്കാത്ത് ഭൂമി വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടുന്ന ലാഭം നിസാബ് തികയുമ്പോഴാണോ? തികയുമ്പോ ആ സമയത്ത് കൊടുക്കണോ? അതോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നിങ്ങള് വൈകി കയറിയോ? അതോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ലേ? റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിച്ചു, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ആൻസർ കിട്ടിയാലേ നന്നായിരുന്നു. ഞാൻ തുടക്കം മുതൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അയാളുടെ കൈവശം ആകെ 5 സെന്റ് ഭൂമിയേ ഉള്ളൂ. ആ ഭൂമി വിൽക്കാനുള്ള ഭൂമിയാണ്. അഥവാ അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അയാൾ വിൽക്കാനായി കോഴിക്കോട് ടൗണിൽ 5 സെന്റ് സ്ഥലമുണ്ട്. വിൽക്കാൻ വെച്ച എല്ലാ വർഷവും അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഓരോ വർഷവും സക്കാത്ത് കൊടുക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിനയാൾ സക്കാത്ത് കൊടുക്കണം. എല്ലാ വർഷവും കൊടുക്കണം. അയാൾ വിൽക്കാൻ വിചാരിച്ചാലും വിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ നിയമപരമായ തടസ്സം വന്നു, പ്രകൃതിപരമായ തടസ്സം വന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ വിൽക്കുന്നത് അപ്പോൾ അയാൾ സക്കാത്ത് കൊടുത്താൽ മതി. അയാളുടെ കാരണം കൊണ്ട് വില മാക്സിമം കൂടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എല്ലാ വർഷവും അതിന്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അതിന് സക്കാത്ത് കൊടുക്കണം. അത് വിൽക്കാനും വാങ്ങാനും ഉദ്ദേശിച്ചിട്ടുള്ള കച്ചവട ആവശ്യാർത്ഥമുള്ള ഭൂമിയെ പറ്റിയായി പറയുന്നത്. എന്നാൽ കാർഷിക ഭൂമി
വീട് ഉണ്ടാക്കാനോ ബിൽഡിംഗ് ഉണ്ടാക്കാനോ മറ്റേ പർപ്പസ്ക്ക് വേണ്ടിയിട്ടൊക്കെ മേടിച്ചിട്ട ഭൂമിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അനന്തരാവകാശമായിട്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന ഭൂമിയാണ്, അങ്ങനെ എന്തെങ്കിലും അതിനും സക്കാത്ത് കൊടുക്കേണ്ടില്ല. അതിൽ നല്ല വിഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, വിളവ് ഉണ്ടാകുകയാണെങ്കിൽ, കൃഷിയായി ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ വാടക അതിനൊക്കെ സക്കാത്ത് കൊടുത്താൽ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. പക്ഷെ അതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രൂഹത്തിന്റെ ബേസിൽ സക്കാത്ത് കൊടുക്കണ്ടേ? നമ്മുടെ ഭൂമി ഇപ്പൊ ഒരാൾ എത്രക്ക് വന്നെടുക്കും ഒരു എന്നുള്ള ഊഹത്തിനും പൈസ കൊടുക്കണ്ട. ഭൂമി കാരണം ഓരോ പ്രദേശത്തെയും സക്കാത്ത് അവിടെ നിങ്ങൾക്ക് ആ ഭൂമി വിറ്റാൽ എത്ര വില കിട്ടും എന്നുള്ളത് അങ്ങനെ അവ്യക്തമായ കാര്യമൊന്നല്ല. സർക്കാരിന്റെ ഒരു വില ഉണ്ട്, അത് ആരും മൈൻഡ് ചെയ്യില്ല, കാരണം അത് വിലയല്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഒരു കോഴിക്കോട് സിറ്റിയിൽ നിങ്ങൾക്ക് 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് അവിടെ എന്ത് വില കിട്ടും എന്നുള്ളത് കച്ചവടക്കാർ ചോദിച്ചാൽ ക്ലിയർ ആവും എത്ര രൂപക്ക് ഉണ്ട് എന്നുള്ളത്. ഈ വിഷയത്തിൽ തന്നെ ഒരാൾ ചോദിച്ചു വരാത്തൊരു ഭൂമിയുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ വാങ്ങിയിട്ട് ആരും ചോദിച്ചു വരാതെ നമുക്ക് വില ആരും പറയാത്ത ഭൂമിനെ കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഭൂമി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടും വിറ്റ് പോകാത്ത അവസ്ഥ വന്നാൽ എപ്പോഴാണോ വിൽക്കുന്നത് അപ്പോൾ അതിന്റെ സക്കാത്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ ക്ലിയർ ആയി. അയാളെ കാരണം കൊണ്ട് ആണെങ്കിൽ പറ്റൂല. ആ പറയും അടുത്ത ചോദ്യം. ഹലോ 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 അസ്സലാമു അലൈക്കും. ഹലോ വലൈക്കും അസ്സലാം. പറഞ്ഞോളൂ കേൾക്കാം. അതായത് ഇപ്പൊ പറഞ്ഞ ഈ വിഷയത്തില് ഒരു റിയൽ എസ്റ്റേറ്റുകാരനെ സംബന്ധിച്ച് ഈ ഭൂമി എന്ന് പറയുന്ന അവന്റെ കച്ചവടത്തിലെ ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഒരു സാധനമാണ്. ആ ബേസിലാണോ ഇപ്പൊ ഇത് ഈ ഓരോ വർഷവും അദ്ദേഹത്തിന്റെ സ്റ്റോക്കിൽ നിന്ന് കൊടുക്കുന്നത് പോലെ അത് വിൽക്കുന്നത് വരെ പിന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നത്? അതേത് ബേസിലാണെന്നാണ്? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭൂമിയുണ്ട്, പക്ഷെ അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, എപ്പോഴെങ്കിലും കൊടുത്താലായി. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു എനിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ ചോദിച്ചു ഈ ഭൂമി എന്തിനുള്ളതാ? അതെന്റെ കയ്യിൽ അവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. അതായത് നിങ്ങൾ എന്നോട് പറഞ്ഞ അത് എപ്പം വില കിട്ടുമോ അപ്പം ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഓക്കെ ക്ലിയർ. ഞാനിപ്പോ നിലവിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റമദാനിലാണ്. അപ്പോൾ 2-3 ബിസിനസ് ഉണ്ട്. അപ്പൊ എനിക്ക് മാസം കിട്ടുന്ന എമൗണ്ടും എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അടുത്ത റമദാൻ ആവുമ്പോൾ ടോട്ടൽ എത്ര വരുമാനം വന്ന് എന്നുള്ളത് നോക്കിയിട്ട് 2.5% ആണ് നോർമലി കൊടുക്കാറ്. ഇത് കറക്റ്റാണ്? അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാലറി ഗവൺമെന്റ് വലിയ കമ്പനികളൊക്കെ സാലറി ആകുന്ന ആളുകൾക്ക് ആ സാലറിയുടെ സക്കാത്ത് കൊടുക്കുമ്പോ PF ഉണ്ടാവും. PF ഇത് ഗവൺമെന്റ് അല്ല, എന്നാലും PF ഉണ്ടാവുമല്ലോ. അല്ല, നമ്മളുടെ സ്വന്തം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ പറഞ്ഞ ഉദ്ദേശിച്ചുള്ളൂ, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടാനുള്ള കടം ഇത്ര എമൗണ്ട് ഉണ്ട്, അതുകൂടി ആഡ് ചെയ്തിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. PF ആരോ എഴുതി ചോദിച്ചിട്ടുണ്ട്, അവരോട് പറയാം. PF-ൽ 2 വിധം ക്യാഷ് ഉണ്ട്. എനിക്കൊന്ന് 75% നമുക്ക് PF-ൽ നിന്ന് പിൻവലിക്കാം. 25 അത് ഇതിന്റെ പെർസെന്റേജ് വ്യത്യാസം ഉണ്ടാവും. 25 അവിടെ തന്നെ വെക്കണം, സർവീസിന് പിരിയുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും പിൻവലിക്കാവുന്ന എമൗണ്ടിന് എല്ലാ വർഷവും നമ്മുടെ പോക്കറ്റിലുള്ള ക്യാഷ് പോലെ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. ഉദാഹരണമായിട്ട് ഒരാളുടെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 7 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് വിചാരിക്കുക. അയാളെ PF-ൽ നോക്കുമ്പോൾ 1 ലക്ഷം രൂപ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 1 ലക്ഷം അയാള് 75% 1 ലക്ഷം ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം കൂടി കൂട്ടി ടോട്ടൽ 8 ലക്ഷത്തിനാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്, 10,000 ഉറുപ്പ്യ. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യമുണ്ട്. പിന്നെ ഈ ഭൂമിയെ സംബന്ധിച്ച് തന്നെ, ഭൂമി കൈവശമുണ്ട്, വിൽക്കാൻ വെച്ചതാണ്. ആ വിറ്റ് കിട്ടിയാലേ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പൊ ആ സന്ദർഭത്തില് വേറെ പൈസ ഇല്ല കയ്യില്, സക്കാത്ത് കൊടുക്കാനുള്ള മൂല്യത്തിനനുസരിച്ച് പൈസ ഇല്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക? അങ്ങനെയുള്ള ആള് മോളെ കെട്ടിക്കേണ്ടി വന്ന എന്താ ചെയ്യാ? പുതിയാപ്പള വന്ന് അപ്പൊ അയാൾ പറയാ, എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, അതിൽ ഇറച്ചി വാങ്ങാൻ പൈസ അല്ല, പിന്നെ സ്വർണം വാങ്ങാൻ പൈസ അല്ല, മോക്ക് സാരി വാങ്ങാൻ പൈസ അല്ല, അവിടെ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് വെക്കുവോ? കല്യാണം ഇപ്പൊ നമുക്ക് ചുരുങ്ങിയ രൂപത്തിലൊക്കെ ചെയ്യാലോ. അപ്പൊ അതേപോലെ നിങ്ങൾ കാശ് കടം വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കുക. കാരണം ഓൾറെഡി ഭൂമി ഉണ്ടല്ലോ.
പക്ഷെ പിന്നെ നമ്മളൊരു കടക്കാരനാവൂലേ? അപ്പൊ എപ്പോഴാണ് അല്ല, കടക്കാരനാവില്ല. കാരണം നിങ്ങളടുത്ത് ഭൂമിയുണ്ട്. ഒരു സ്ത്രീ പറയാണ് എന്റെ അടുത്ത് 100 പവൻ സ്വർണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 50 പവൻ സ്വർണ്ണം ഉണ്ട്, വേറൊരു പൈസ എന്റെ കയ്യിലില്ല, ഞാൻ എങ്ങനെയാ സക്കാത്ത് കൊടുക്കുക? എന്റെ അടുത്ത് 1 ഉറുപ്യ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ അല്ല ഇത് അവര് വിറ്റാല് രണ്ടര നമുക്ക് രണ്ടര എങ്ങനെ രണ്ടര മനസ്സിലാവും? പവൻ എടുത്ത് വിറ്റിട്ട് സക്കാത്ത് കൊടുക്കണം. അല്ല ഭൂമി നമുക്ക് വിൽക്കാൻ കഴിയുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഒരാൾ വിചാരിച്ചാലും ഭൂമി വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ എപ്പോഴാണോ വിറ്റ് പോകുന്നത് അപ്പോൾ കൊടുത്താൽ മതി. ആ അത് അയാൾ തീരുമാനിക്കേണ്ടതാണ്. ആ. അതുകൊണ്ടാണല്ലോ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണല്ലോ ഇതിന് ബന്ധം. ഞാൻ ഈ ഭൂമി വിൽക്കാത്തത് എന്റെ വേണ്ടാന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണോ? അതല്ല, വിൽക്കാൻ വിചാരിച്ചാൽ വിൽക്കാനൊക്കെ പറ്റും, മാക്സിമം വില കൂടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണോ? ഇതൊക്കെ അള്ളാഹുവും നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു പറയാൻ പറ്റൂല. മാർക്കറ്റ് വില കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ നഷ്ടത്തിൽ മാർക്കറ്റ് വില എന്ന് പറഞ്ഞാല് മാർക്കറ്റ് വില എന്ന് പറഞ്ഞാല് 2 രൂപത്തിലാകാം. നമ്മൾ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുന്നതൊക്കെ നമുക്ക് ലാഭമാണ്. ഒന്ന്, ഞാൻ വിൽക്കുന്നില്ല, എനിക്കിപ്പോ 2 ലക്ഷത്തിന് വാങ്ങിച്ച ഭൂമി ഇപ്പൊ 3 ലക്ഷം ആയിട്ടുണ്ട്. ആരോ പറഞ്ഞ് ഇപ്പം വിൽക്കണ്ട, അടുത്ത കൊല്ലം അത് 4 ലക്ഷമാവും, 2 കൊല്ലം കഴിഞ്ഞാൽ 10 ലക്ഷമാവും, അപ്പം വിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഭൂമിക്ക് ഇപ്പോൾ 3 ലക്ഷം ഇപ്പോൾ 4 ലക്ഷം കിട്ടുമെങ്കിൽ ഈ 4 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണം. കാരണം ഞാൻ 4 ലക്ഷത്തിന്റെ മുതലാളിയാണ്. ഇപ്പൊ വിൽക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചോണ്ടാണ് വിൽക്കാത്തത്, അല്ലാതെ ആരും വാങ്ങാൻ വരാത്തോണ്ടെന്നല്ല, പലരും വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെന്താക്കണ്ട, വിറ്റ് പോകുന്നില്ല, വിചാരിച്ചാലും വിറ്റ് പോകുന്നില്ല, ലാഭമൊക്കെ കിട്ടും, വിറ്റ് പോവുകയും ചെയ്യും. എങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഉസ്താദേ, ആ നമ്മളെ കാർഷിക വിള എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കൃഷി ആ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ കുറെ വലിയ കർഷകനാവുക എന്ന അർത്ഥത്തിലേക്കാണ് പലപ്പോഴും വിചാരിക്കാറ്. എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 100 തേങ്ങ ഒരു വർഷത്തിലുണ്ടായി, അതിൽ നിന്ന് ഞാനൊരു 10 തേങ്ങ സക്കാത്തായിട്ട് തന്നെ കൊടുക്കണം. ഞാൻ ക്ലാസ് മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ ഞാൻ തുടക്കത്തിൽ ഒരു മുഖവുര പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ പണ്ടനെ ഞാൻ മുഖവുര പറയാതെ ക്ലാസ്സിലേക്ക് അങ്ങ് കടക്കുമായിരുന്നു, അല്ല ചോദ്യോത്തരത്തിലേക്ക് കടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമാവുക നിസാബ് തികയുമ്പോഴാണ്. കാർഷിക വിളകൾ എന്ന് പറഞ്ഞപ്പോൾ 6.5 കിൻഡൽ. ഈ ചോദിച്ച സുഹൃത്തിനോട് പറയട്ടെ, ഞാൻ പറയാത്തൊരു കാര്യം ഞങ്ങളോട് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. കാർഷിക വിളകൾ 2 വിധമുണ്ട്. നാണ്യവിളകളുണ്ട്, ധാന്യവിളകളുണ്ട്. നാണ്യവിളകൾ റബ്ബർ, ഏലം, കുരുമുളക് തുടങ്ങിയതൊക്കെ നാണ്യവിളകളാണ്. ഇവ ഒരിക്കലും കാർഷിക വിളകളിലെ ധാന്യവിളകളുടെ കൂടെ അരി, ഗോതമ്പ് പോലുള്ളവയല്ല. അഥവാ 653 കിലോഗ്രാം അരിയും ഒരാൾ ഏലത്തിന് ഇപ്പൊ 4000 രൂപയാണ് കിലോ, അയാള് 653 കിലോ ഏലം കയ്യിലുണ്ടായ സക്കാത്ത് കൊടുക്കണം, അങ്ങനല്ല. അപ്പൊ അരി, ഗോതമ്പ്, ചോളം ഇങ്ങനെ ധാന്യ വിളകൾ, അവയുടെ കണക്കാണ് 653 കിലോഗ്രാം. അതേസമയം തേങ്ങ, മാസം മാസം തേങ്ങ വിൽക്കുന്ന ഒരാള്, റബ്ബർ വെട്ടി പാല് വിൽക്കുന്ന ആള്, ഏലം ഉണക്കി, കൊല്ലത്തിൽ ഒരിക്കലാണ് ഏലം പറിച്ച് ഉണക്കി വിൽക്കുന്ന ആള്, കാപ്പി, കുരുമുളക്, ഇങ്ങനെയുള്ള ആളുകൾ അത് വിറ്റ് കിട്ടുന്ന കാശ്, അത് 85 ഗ്രാം ഗോൾഡിന് തുല്യമായ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുത്താൽ മതി. അതേസമയം നെല്ല് കൊയ്യുന്ന ഒരാള്, അയാൾ നേരത്തെ പറഞ്ഞു 653 കിലോഗ്രാം അരി ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ സക്കാത്ത് 10% കൊടുക്കണം. തേങ്ങ, റബ്ബർ ഇതൊക്കെ ക്യാഷ്, നാണയമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്യാഷ് കിട്ടുന്നതിനനുസരിച്ച് നിസാബ് തികയെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക. എല്ലാ കൊല്ലവും കൊടുക്കുകയും വേണം, ആ ക്യാഷ് അയാളെ കയ്യിലുള്ളിടത്തോളം കാലം. അപ്പൊ നിങ്ങള് പിന്നെ മാസം മാസം തേങ്ങ പറിക്കുമ്പോൾ 30 തേങ്ങ സക്കാത്ത് കൊടുക്കേണ്ടില്ല. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റും കൂടെ ഉണ്ട്, 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ആക്കാവുന്നതാണ്. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ചോദ്യം നടക്കുള്ളൂ. ഓക്കെ, വളരെ അടിയന്തരമായ ഒരു ചോദ്യം നോക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഇതുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൃഷിയിൽ നിന്നുള്ള വരുമാനം അതിന്റെ നിസാബ് ആവണം എന്നുള്ള പറഞ്ഞത്. പക്ഷെ നമുക്ക് വേറെ വരുമാനങ്ങളുണ്ട്, അതിൽ ഓൾറെഡി നിസാബ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നിസാബിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരാളുടെ എല്ലാം കൂടിയാണ് നോക്കുക. ഉദാഹരണമായിട്ട് എനിക്കിപ്പോ ഒരു ചെരുപ്പ് കട ഉണ്ട്,
അതിലെ സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ 3 ലക്ഷത്തിന്റെ ചെരുപ്പേ ഉള്ളൂ. പക്ഷെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം ഉണ്ട്. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 5 ലക്ഷമായി. അപ്പൊ നിശാബ് തേഞ്ഞ് അങ്ങനെ ഉണ്ടായാൽ മതി. ഒരേ ഐറ്റം തന്നെ നോക്കണമെന്നില്ല. എന്നാൽ ഇനങ്ങൾ മാറും. ഉദാഹരണമായിട്ട് കാർഷിക വിളയും ഒരാളുടെ കയ്യിലുള്ള ക്യാഷും കൂടി കൂട്ടേണ്ടതില്ല. അതേപോലെ ഒരാളടുത്ത് 40 ആട് ഉണ്ടായാലാണ് ഒരാടിനെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാളടുത്ത് 10 ആടുണ്ട്, പിന്നെ കുറച്ച് സ്വർണ്ണമുണ്ട്, അതെല്ലാം കൂടി കൂട്ടേണ്ടതില്ല. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇത് എല്ലാം കൂടി കൂട്ടി ഒന്നിച്ച് ഒരു യൂണിറ്റ് ആയി പരിഗണിച്ചിട്ട് അതിന് അയാൾ സക്കാത്ത് കൊടുക്കുക. അതാണ് അപ്പൊ കാർഷിക വിളകളെ സെപ്പറേറ്റ് തന്നെ നിസാബ് കണക്കാക്കണം. എല്ലാத்தைയും കാർഷിക വിളകൾ വേറെ തന്നെ, കന്നുകാലികൾ വേറെ തന്നെ. കാർഷിക വിളകൾ ഞാൻ പറഞ്ഞു എന്ത് 2 രജിസ്ട്രേഷൻ ധാന്യവിളകളായി പറഞ്ഞാൽ മതി. ഒരാളടുത്ത് കാപ്പി വിറ്റിട്ട് കിട്ടിയ ഒരു 2 ലക്ഷം ഉറുപ്പ്യുണ്ട്. അയാൾ ചെരുപ്പ് കച്ചവടം ചെയ്തിട്ട് കിട്ടിയ 2 ലക്ഷം ഉണ്ട്. പിന്നെ ഒരു ഹാർഡ്വെയർസ് ഉണ്ട്, അതിന്റെ കിട്ടിയ ഒരു 2 ലക്ഷം ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ കിട്ടിയുണ്ട്. അതിനൊക്കെ അയാൾ സക്കാത്ത് കൊടുക്കണം. ഒന്നിച്ച് കൂട്ടിയിട്ട് 2.5%. ഞാനിതില് മൗലവി, ഞാന് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണ്, ഫ്രൂട്ട്സ് ഒക്കെ. അപ്പൊ അതിന് ഏതിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പച്ചക്കറിക്ക് പച്ചക്കറി വേറെ രീതിയിലുള്ള ചില നിബന്ധന നിയമങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറി ഉപയോഗിക്കുകയും ചെയ്യും. വിൽക്കുകയും ചെയ്യും. അതെ. അപ്പൊ വിൽക്കാണ് ഉണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് കിട്ടുമ്പോൾ നിങ്ങൾ ആ ക്യാഷ് എടുത്തു വെക്കുമല്ലോ. നിങ്ങൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ക്യാഷ് എടുത്തു വെക്കും. അതൊക്കെ മൊത്തം നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ ഇപ്പൊ ഒരു 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഈ പ്രാവശ്യം പച്ചക്കറി വിറ്റപ്പോ ഒരു 20,000 ഉറുപ്പ്യ കിട്ടി. അതിൽ കുറച്ച് നിങ്ങൾ എടുത്ത് ബാക്കി എല്ലാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങളുടെ അടുത്ത് കയ്യിലുള്ളത് 85 ഗോൾഡ് ഗ്രാമിന്റെ വിലക്ക് തുല്യമായ എമൗണ്ട് ഉണ്ടെങ്കിൽ 2.5% സക്കാത്ത് കൊടുക്കണം. എക്സ്പെൻസ് കുറച്ചിട്ട്. അതെ. അല്ല, എക്സ്പെൻസ് കുറക്കേണ്ട പ്രശ്നം വരുന്നില്ല. ഒരു വർഷം പൂർത്തിയായിട്ടല്ലേ സക്കാത്ത് കൊടുക്കുള്ളൂ. അപ്പൊ എക്സ്പെൻസ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെങ്കിലല്ലേ സക്കാത്ത് കൊടുക്കേണ്ടി ഉണ്ടാവുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്തതിനെ പറ്റി ഒരാൾ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഒന്നും കൂടി കാണിക്ക്. വായിക്കുമ്പോഴേക്ക് മങ്ങിപ്പോയി. ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റിനെ പറ്റി എന്തോന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. അവര് വായിച്ചാലും മതി. വായിക്കാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്സിൽ പ്രതിമാസ പ്രോഫിറ്റ് എത്രയാണ് എന്ന് അറിയിക്കുന്നില്ല. എന്നാൽ ആവശ്യമുള്ള സമയത്ത് സംഖ്യ തരുന്നുമുണ്ട്. എനിക്ക് കിട്ടുന്ന സംഖ്യക്കാണ് ഞാൻ സക്കാത്ത് നൽകുന്നത്. ഇങ്ങനെ ചെയ്താൽ മതിയോ? അത് ഏതിലാ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാവണം. ഒരു കച്ചവട ഷോപ്പാണ്, അഥവാ ഫർണിച്ചർ, പ്രൊഡക്റ്റ്, പിന്നെ ചരക്കുകൾ ഒക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ്, ഹാർഡ്വെയർസ്, ഇങ്ങനെയുള്ള കച്ചവട ഉൽപ്പന്നങ്ങൾ, ചരക്കുകളൊക്കെ ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അതിന്റെ സ്റ്റോക്കിൽ നിങ്ങൾക്ക് എത്ര ഓഹരി ഉണ്ടോ ആ വിഹിതത്തിന്റെ 2.5% നിങ്ങൾ കൊടുക്കേണ്ടത്. 40 ലക്ഷം സ്റ്റോക്ക് ഉള്ള ഒരു കടയാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങളുടെ ഓഹരി 10 ലക്ഷത്തിനുള്ള ചരക്കാടുണ്ട്, സ്റ്റോക്ക് ആടുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണം. പ്രോഫിറ്റിന് മാത്രം കൊടുത്താൽ പോരാ. അതേസമയം നിങ്ങൾ ഒരു ടൂറിസ്റ്റ് കമ്പനിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ അവര് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ലാഭം കിട്ടുന്ന ഇങ്ങനെ തരും. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന ലാഭം ആയിട്ട് കിട്ടുന്ന, വരുമാനമായിട്ട് കിട്ടുന്ന ആ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ അത് തന്നെ നിസാബ് തികയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇനി അത് മാത്രം തികയില്ല, ഒരു 1 ലക്ഷം ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ 50,000 ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി ചേർത്തിട്ട് നിസാബ് തികയെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക. ശമ്പളത്തിന്റെ സക്കാത്ത് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇപ്പൊ എത്രയായി സമയം? ശമ്പളത്തിന്റെ സക്കാത്ത് ഒരാൾ 2-3 പ്രാവശ്യം ചോദിച്ചു. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ. ഈ ശമ്പളത്തിന്റെ സക്കാത്ത്, പിന്നെ വാടകേന്റെ സക്കാത്ത്, ഇങ്ങനത്തെ തരംതിരിവൊന്നുമില്ല. ഒരാളുടെ കയ്യിൽ 85 ഗ്രാം ഗോൾഡിന്റെ എമൗണ്ട് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ അയാളുടെ സക്കാത്ത് ഇയർ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ശമ്പളം വാങ്ങുന്ന 1 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരു കോളേജ് പ്രൊഫസർ ലെക്ചറാന്ന് വിചാരിക്കുക, 1 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ 5 മാസം കഴിയുമ്പോഴേക്ക് അയാൾ 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം നോക്കുമ്പോൾ അയാൾക്ക് 5 ലക്ഷമായി എങ്കിൽ ആ മെയ് മാസത്തിൽ അയാൾ സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത വർഷത്തെ മെയ്യിൽ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ 10 ലക്ഷം ഉണ്ട് എങ്കിൽ 25,000 കൊടുക്കുക. അല്ല 5 ഉള്ളൂ, ബാക്കി ചെലവായി പോയിട്ടുണ്ട് എങ്കിൽ ആ 5 ലക്ഷത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കുക, 12,500 കൊടുക്കുക. ഇതാണ് ശമ്പളത്തിന്റെ സക്കാത്ത്. എല്ലാ വർഷവും ആ ടൈമിന് അങ്ങനെ കൊടുക്കുക.